ജീവിതത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണ്. സ്നേഹിച്ചതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന അഭിനേത്രി അമയ നാരായണനോടൊപ്പം നമസ്കാരം. ജിഷിന്റെ മകനെ ജിഷിന് കാണിച്ചു കൊടുക്കാത്തത് അമയ ഒറ്റ ഒരുത്തിയാണ്. ഇത്രയും ഡ്രഗ്സിന് അടിമയായ ജിഷിനെ എന്തിനു സ്നേഹിക്കുന്നു? ഈ കുടുംബവിളക്ക് സീരിയലിലെ അമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ശരിക്കും ആളുകൾ അതിനെ കമന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ജിഷിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. ഈ അഭിനയ രംഗത്ത് അല്ലെ സീരിയലിലെ കഥാപാത്രങ്ങൾ നെഗറ്റീവ് ചെയ്യുമ്പോഴും റിയൽ ലൈഫിൽ നെഗറ്റീവ് ആണോ? റിയൽ ലൈഫിൽ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ലല്ലോ പറയുന്നത്. അതെ, ഞാൻ എപ്പോഴും പോസിറ്റീവ് ആണ്. ജിഷിനും അമയോ അധികാരം പോകത്തില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ആവാനായിട്ട് നിങ്ങൾ തന്നല്ല എന്റെ 41 രൂപയ്ക്ക് വരെ ഇല്ലാതിരുന്നൊരു ദിവസമുണ്ട്. സത്യമാണോ? ഇത് പറയുമ്പോഴും കണ്ണു നിറയുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കാശിന്റെ വില. ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എന്റെ സെപ്പറേഷൻ ടൈമിൽ ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ ഒരാളെ മാത്രമേ അനുസരിക്കുള്ളൂ, ഒരാളെ മാത്രമേ തൃപ്തിപ്പെടുത്തുള്ളൂ, ഒരാളെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. ആ ആള് ഞാൻ തന്നെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? സ്നേഹിച്ചതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന അഭിനേത്രി അമയ നാരായണനോടൊപ്പം നമസ്കാരം. നമസ്തേ. അമയ, ഒത്തിരി സന്തോഷം കേട്ടോ. എന്താണ്? സീരിയലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുവാൻ സാധിച്ചത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് തെറ്റാണോ? തെറ്റാണോ? അല്ല. അല്ലല്ലോ. അപ്പൊ എനിക്കും തെറ്റല്ല. പക്ഷെ ആ സ്നേഹിച്ചതിന്റെ പേരില് ഒരുപാട് പഴി കേട്ടിട്ടില്ല അമ്മ? അതെ, വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതെ, ഇനിയിപ്പോ അത് എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഉണ്ടാവും. അഡ്മിറ്റഡ് ആണ്, കുഴപ്പമില്ല. ആളുകളുടെ വായ അടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇല്ല, പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അറിയാവുന്നവര് വരെ കഥ മെനഞ്ഞുണ്ടാക്കുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് ചെയ്യണം. ഈ ജിഷിൻ തന്നെ ഒരു തുറന്ന പുസ്തകമാണെന്ന് പലപ്പോഴും ആളുകൾക്കും അറിയാം, പ്രത്യേകിച്ച് ആളുകളെക്കാൾ അമയ്ക്കും അറിയാം. അമയാണെങ്കിൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജിഷിൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഡ്രഗ്സിന് അടിമയായിരുന്നു ഒരു സമയത്ത്? അങ്ങനെ തുറന്നു പറയുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാ. ഇല്ല, അങ്ങനെ ജിഷിൻ തുറന്നു പറഞ്ഞു. ഫേക്ക് പേഴ്സണാലിറ്റി അല്ലേ ഇഷ്ടം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കള്ളോ, കള്ള് കുടിക്കോ, അങ്ങനെ കുടിക്കാൻ കൊള്ളാവോ, ഇങ്ങനെ പറയുന്നവരല്ലേ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഞാൻ കുടിക്കും എന്ന് പറയുന്നത് കുടിച്ച മോശമാണോ അത്? ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല. കള്ള് കുടിക്കുന്നവര് മോശംകാരാണ്, കള്ള് കുടിക്കാത്തവര് നല്ലവരാണ്, അങ്ങനെ എനിക്കില്ല. കാരണം കള്ള് കുടിച്ചിട്ട് തന്നെ ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം കുടിക്കാതെ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഭയങ്കര മോശം കാര്യങ്ങൾ, മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇപ്പോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുണ്ട്. അവര് പുറത്ത് നോക്കുമ്പോ ഭയങ്കര കള്ള് കുടിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള കൂട്ടുകെട്ടുകളില്ല. പുറത്തുനിന്ന് നമ്മൾ നോക്കിയാൽ ഭയങ്കര ഒരു സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒറ്റ വാക്കിൽ നന്മമരമെന്ന് പറയല്ലേ? അതെ, നന്മമരമായിട്ട് നിന്നിട്ട് വീട്ടില് സ്വന്തം അച്ഛനെ അമ്മേനെ അടിക്കുക, ജിഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ചെയ്യുന്നൊരു. പക്ഷെ ജിഷിൻ ഡ്രഗ്സിന് അടിമയായ ഒരു വ്യക്തിയെ ഏതൊരു പെൺകുട്ടികളും ചിന്തിക്കും, നല്ലൊരു പുരുഷനെ സെലക്ട് ചെയ്യാനാണ് ആളുകൾ നോക്കുന്നത്. എപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ, അല്ല അമ്മയുടെ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടോ, ഇത്രയും ഡ്രഗ്സിന് അടിമയായ ജിഷിനെ നീ എന്തിന് കെട്ടുന്നു, എന്തിന് സ്നേഹിക്കുന്നു, നീ മന്ദബുദ്ധിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ടെന്നും അല്ല. ഞങ്ങള് റിലേഷനിലായി കഴിഞ്ഞിട്ടും പുള്ളിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മെന്റൽ ട്രോമാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഈ ഏറ്റവും അവസാനം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 2 weeks മുമ്പ് കൂടെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ചേച്ചി, അത് കുറച്ച് നല്ല ഒരു ജഡ്ജിന്റെ വൈഫാണ്. അവര് ചോദിച്ചു, ആക്ച്വലി അമ്മയ നീ എടുക്കുന്ന ഒരു വലിയ റിസ്ക് അല്ലായിരുന്നു? ഞാൻ പറഞ്ഞു, റിസ്ക് എടുക്കാതെ ആരും ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, ഇപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് വെക്കാം, ഓൾറെഡി എനിക്ക് നിങ്ങളോടൊരു സ്നേഹം തോന്നിപ്പോയി, നിങ്ങളുടെ എല്ലാ ദുസ്വഭാവങ്ങളും കണ്ടിട്ട്. ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ്, പിന്നെയാണ് അത് ഇഷ്ടമായത്. സഹതാപത്തിൽ നിന്നാണ് എനിക്കൊരു സ്നേഹം ഉണ്ടായത് കേട്ടോ. ജിഷിനോട് സ്നേഹമല്ല ഫസ്റ്റ് ഉണ്ടായത്.
അപ്പൊ ആ ഒരു സ്നേഹം മാറ്റാൻ മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും. ഇവൻ എൻ്റെ റിലേറ്റീവ് മീൻസ് എൻ്റെ സിസ്റ്ററൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട് ശരിയാകുമോ എന്ന്. ആളുടെ ക്യാരക്ടർ ആയിരുന്നു നമ്മളെ പ്രശ്നം, സ്വഭാവങ്ങൾ. മീൻസ് നിങ്ങൾ നമുക്ക് ഒന്നിച്ചു പോകുമോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ചിന്തിച്ചത്, ഇപ്പൊ ഞാൻ നിങ്ങളെ ഈ ഒരു കാരണം പറഞ്ഞ് ഒഴിവാക്കി, നാളെ ഞാൻ അയാളെ സ്വീകരിക്കാം. അയാൾക്കുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ, ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളെല്ലാരും നമുക്കെല്ലാവർക്കും വ്യക്തിത്വം ഉണ്ട്, വ്യക്തി വൈകല്യങ്ങളും ഉണ്ട് അല്ലെ. ആ വ്യക്തി വൈകല്യങ്ങളെ കൂടെ നമ്മൾ ഉൾക്കൊള്ളണം, അതും കൂടെയാണ് നമ്മള്. അല്ലാണ്ട് ഞാനെല്ലാം ശരി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, എല്ലാവരിലും അങ്ങനെ തന്നെയാണ്. ഞാനപ്പോ നിങ്ങളെ വിട്ടിട്ട് വേറെ ആളെ നോക്കി അയാളുടെ വ്യക്തി വൈകല്യങ്ങൾ ഉണ്ടാകും, അടുത്തൊരാളെ നോക്കി അതിനും ഉണ്ടാകും. സോ എനിക്ക് ഒരു 100-ൽ ഒരു 40% നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ബാക്കി ഒരു 30% ഞാൻ ശരിയാക്കി എടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ അതിന് വേണ്ടുന്ന എൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുക. അത് ഞാൻ ഇവിടെ ഇട്ടു. എന്റെ സിസ്റ്റർ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്, ഇപ്പൊ ജിഷിൻ മാറി വേറൊരാളായാലും ഫസ്റ്റ് എന്റെ ഡിവോഴ്സ് ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയാ, അപ്പൊ എനിക്കൊരു 23-24 ഒക്കെ ഉള്ളൂ. അപ്പൊ എനിക്കത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇന്നാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ അങ്ങനെ സൗന്ദര്യത്തിൽ കൊച്ചുകുട്ടിയാ കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് 40 വയസ്സായിട്ടില്ല എന്നാലും, പക്ഷെ കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്തേനെ. ഈ മെച്ചൂർഡ് ആയിട്ട് ഒരു മനുഷ്യൻ ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളെ ചിന്തിക്കുന്നതും ഒക്കെ ജീവിത സാഹചര്യമാണോ അത് അനുഭവങ്ങളാണോ? ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും അതിന് കാരണമായിരിക്കും. അല്ല പഠിച്ച പാഠപുസ്തകങ്ങൾ തരുന്നതല്ല. പാഠപുസ്തകത്തിൽ നിന്ന് എന്താ കിട്ടുന്നത്? A+B² = അതല്ലല്ലോ ഒന്നും ഒരു ബന്ധമില്ല. അമ്മ ആദ്യം ചെയ്ത സീരിയൽ ഏതായിരുന്നു? ഞാൻ ഫസ്റ്റ് ചെയ്ത സീരിയല് 3 മണി എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ചാനലിന്റെ ഫസ്റ്റ് സീരിയൽ. ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ സീരിയലായിരുന്നു 3 മണി. അതിന്റെ സെക്കൻഡ് പാർട്ടിലായിരുന്നു ഞാൻ അഭിനയിച്ചത്. ഈ കുടുംബവിളക്ക് എന്ന് പറഞ്ഞൊരു സീരിയൽ അഭിനയിച്ചില്ലായിരുന്നോ? ഈ കുടുംബവിളക്ക് സീരിയലിലെ അമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഭർത്താവിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ശരിക്കും ആളുകൾ അതിനെ കമന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ജിഷിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. എന്താണ് അതെന്തുകൊണ്ടാ വെച്ചാൽ ഇവർ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അവര് സെപ്പറേറ്റ് ആയി ഒരു 3 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞോ ഇല്ലയോ എന്ന് കുറച്ചു പേര് കൺഫ്യൂസ്ഡ് ആണ്. അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് ഇവര് പിരിഞ്ഞ കാര്യം അറിയത്തുള്ളൂ. അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഇതാരാന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ്. അവരറിഞ്ഞിട്ടില്ല ഇവർ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. അപ്പൊ അവര് ഹൈഡ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവര് സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു. എന്താണ് റിയൽ കഥ? റിയൽ കഥ അവര് സെപ്പറേറ്റ് ആയി 3 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ജിഷാനെ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. ഇതിനു മുമ്പ് ഒരു സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് 1 ഡേ, only 1 ഡേ. പക്ഷെ അന്ന് ഞാനിങ്ങനെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ സെൽഫി ഒക്കെ എടുത്തിരുന്നു. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്ടോ ഈവൻ സോഷ്യൽ മീഡിയയിലോ ഒന്നും എനിക്ക് ജിഷൻ എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊള്ളില്ല പൊട്ട മനുഷ്യനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ആളൊക്കെ നല്ല ചിതപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം, ഞാനതും മാംഗല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സെറ്റിൽ ഞാൻ നിൽക്കുമ്പോ ആണ് അവിടെ നിന്ന് കന്യാദാനത്തിൽ ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ദിവ്യദർശൻ എന്നെ വിളിച്ചത്. കാരണം അവരുടെ തന്നെ ഇതിൽ ഞാൻ പ്രണയവർണ്ണങ്ങൾ ചെയ്തിരുന്നു, കെ രാജേഷ് സീരിയൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു ബോയ് കട്ട് ഹെയറും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ പോലീസ് വേഷം അവന് ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞ ജിഷിന്റെ കൂടെ ഓപ്പോസിറ്റ് ചെയ്യാനോ, അപ്പൊ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി വേണം, നീ തന്നെ വരണ ആളിയാ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയതാ. അപ്പൊ അങ്ങനെ പോയി അവിടെ നിന്നൊരു 2-3 ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട അവിടെ നിന്ന് ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അതൊരു 6 months കഴിഞ്ഞപ്പോ ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്കൊരു അവസ്ഥ. അത് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ വരുമ്പോ ഞാനത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, ഫ്രണ്ട്ഷിപ്പിനും അപ്പുറം ഒരു റിലേഷൻ എന്ന് പറഞ്ഞിരുന്നു. അതിനെ പക്ഷെ ഒരുപാട് പേര് അതിന് വേറെ ഏതോ രീതിയിൽ, അത് ജിഷൻ ചാൻ സിംഗിളായിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂവിലും അവര് ചോദിക്കുന്ന ഇപ്പോ
ന്യൂജൻ ആയിട്ടുള്ള കുറെ എന്താ പറയാ ഷോർട്ട് ഫോംസ് ഉണ്ടല്ലോ, അത് ചോദിച്ചു. അതിലെല്ലാം ഒന്നും എല്ലാം അല്ല, ഓൾമോസ്റ്റ് ചേട്ടന് അറിയില്ല അതൊന്നും. ന്യൂജൻസിന്റെ ഷോർട്ട് ഫോംസ് വാക്കുകളാണല്ലോ. അപ്പം ലവ് ബോംബിങ് ലൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാനും അറ്റ് ദ സെയിം ടൈം ഞാനും സിംഗിൾ ആയിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചിരുന്നത് എന്താണ് അന്ന് അറ്റ് പ്രസന്റ് ആക്ച്വലി ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്നുവെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്ക് അത് പോയിട്ടില്ല, എന്നാൽ ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്ക് എന്തോ ഉണ്ട് അതിന്. കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഭയങ്കര ഡൗൺ സ്റ്റേജിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, ഞാൻ പറയുന്ന അനുസരിച്ച് ആ ഒരു വ്യക്തി മാറുന്നുണ്ട്. അപ്പോ എനിക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് അല്ലേ. പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെ ആൺകുട്ടികൾ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റുമോ? ജിഷ്ടാൻ സങ്കടം എന്നോട് പറഞ്ഞതല്ല, എന്റെ ഫ്രണ്ടില് ഓരോന്ന് യാദൃശ്ചികമായിട്ട് ഉണ്ടാകുകയായിരുന്നു. ലൈക്ക് പുള്ളിന്റെ ബ്രദർ മരിച്ചത് അതൊരു സങ്കടം ഉണ്ടാക്കിയതല്ലല്ലോ, അത് ആ സ്പോട്ടിൽ ഉണ്ടായതാണ്. അപ്പോ ബ്രദർ വളരെ സീരിയസ് ആയിട്ട് ബാംഗ്ലൂരിൽ കിടന്നിരുന്നു. അപ്പോ പുള്ളി ഇവിടെ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയം, പോകാൻ ആളില്ല, നോക്കാൻ ആളില്ല. അമ്മ ഒത്തിരി ഏജ് ആയ ഒരാളാ, ആളോട് പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. കാരണം ചേട്ടൻ അവിടെ അത്രയും വീക്കാണ്. അത് അമ്മയോട് ഡയറക്റ്റ് ആയിട്ട് ചേട്ടൻ ഇത്ര വീക്കായിട്ട് കിടക്കുക പോയി പറയാൻ പുള്ളിക്ക് പറ്റില്ല. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയത്തില്ല, പുള്ളിക്ക് അറിയില്ല. അതെ, ആ ഒരു സമയത്ത് ഒരു നല്ല ഫ്രണ്ടിന്റെ മെന്റൽ സപ്പോർട്ട് അവിടെ വളരെ, ഒരു പക്ഷെ ഞാനല്ലെങ്കിൽ അത് ആരെങ്കിലും ആയേനെ. അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സ്പേസിൽ. എൻ്റെ അടുത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സമയം. ഞങ്ങളൊരു ഷൂട്ടിന്, ഞാനും ജിഷ്ജാനും പിന്നെ ഈ കന്യാദാനത്തിൽ ജിഷ്ജാന്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി ഐശ്വര്യയുടെ ഹസ്ബൻഡ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പോ ശരിക്കും നമ്മളൊരു മനുഷ്യനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല, കുറച്ച് സമയം മതി. അപ്പൊ നിങ്ങളെ ഇപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ച് നിങ്ങളെ കുറെ പേര് ജഡ്ജ് ചെയ്യുന്നില്ലേ, ഇതുപോലെ വേറൊരു ടൈപ്പ് ഓഫ് ജഡ്ജ്മെന്റൽ ആയിരുന്നു ജിഷാന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു കയ്യകലത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ എന്റെ മുന്നിൽ ഈ ഒരു വ്യക്തി ഇങ്ങനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ കാണിക്കുന്നതൊന്നും അല്ല ഇയാള്, ഈ കാണുന്നവനോ ഈ കാണിക്കുന്നവനോ അല്ല, ഇതൊന്നുമല്ല. അതായത് ഒരു സിമ്പിൾ, കാരണം ഞാൻ ഇതിലും വലിയ വലിയ സിറ്റുവേഷൻസ് എന്റെ ലൈഫിൽ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. ഒറ്റ വാക്കി ജിഷിൻ എന്താന്ന് ചോദിച്ചാ അമ്മ എന്ത് ഉത്തരം തരും? ജിഷിൻ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്, പ്യുവർ സോൾ ആണ്. എവിടെയും പറയും, ആരെന്തും ജിഷിനെ പറ്റി പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ ഉത്തരവ് ഇതാ. അതെ, ഡെഫിനറ്റ്ലി അത് അറിയണം എന്നുണ്ടെങ്കിൽ അയാളേക്ക് ഇറങ്ങി ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്നവർക്കൊന്നും അയാൾ അറിയാൻ പറ്റും. ഈ ജിഷിൻ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അമ്മയോട് പറയാനായിട്ട് ഇത്രയും കാലം ഇവിടെ ആയിരുന്നു? അങ്ങനെ കുറച്ച് ആ ഒരു കാര്യത്തില് പുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം ഇപ്പൊ കുറവാ. എന്നുവെച്ചാ പല തവണ വെള്ളത്തിൽ വീണ പൂച്ച പിന്നെ എന്ത് കണ്ടാലും പേടിക്കും. ആ പറഞ്ഞൊരു അവസ്ഥ ഉണ്ട് പുള്ളിക്ക്. ആക്ച്വലി എന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് പുള്ളിക്ക് എന്നോട് പറയാൻ ഭയങ്കര ഇച്ചിരി ഒരു പേടിയുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പുള്ളി അത്ര ഓപ്പൺ അപ്പ് ആവാറില്ല. പക്ഷേ പറയാതെ മനസ്സിലാക്കുന്നതിനോടാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ, അതും വേറൊരു സ്നേഹമാണല്ലോ. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും പുള്ളി പ്രവർത്തിയിൽ ഉണ്ടാവും. ചിലരുണ്ട് കുറെ പറഞ്ഞു കൊടുക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പ്രവർത്തിയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഒബ്സർവേഷനിൽ എനിക്കറിയാം എത്രത്തോളം ഞാൻ ആളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. ഇന്ന് സന്തോഷകരമായി പോകുന്നുണ്ടോ? പിന്നെ വളരെ വളരെ സന്തോഷമായിട്ട് പോകും. ഇതിനകത്ത് പലരും പറയുന്ന അവിടം വരെ പോവും ഇന്നിടം വരെ പോകും. ഞാനും കണ്ടൊരു കമന്റ്, ഞാൻ പറയുന്നു ലൈഫ് ലോങ് ഞങ്ങൾ പോകും. അത് ഷുവറായിട്ട് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്തായിരിക്കും, അത്രമേൽ അറിയണം, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് വേണം. എല്ലാ കാര്യം നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. അതെ, ഇപ്പൊ അമ്മയുടെ ഒരു ഫോട്ടോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താലും അതിൽ വരുന്നൊരു കമന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതൊന്നും അധികാലം പോത്തില്ല, ഇവൻ വേറെ പെണ്ണിന്റെ പുറകെ പോകും, അല്ല ഇവള് പോകും. അല്ല, ഈ ഇടയ്ക്ക് അങ്ങനെ ഒരാളുടെ കമന്റ് കേട്ടോ. ചിലപ്പോ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോ തിരിച്ച് ഞാനും രസല്ലേ അവരെന്നെ എത്ര വിളിക്കുമ്പോ ഞാനും അങ്ങോട്ട് ഒരു സമാധാനം കിട്ടാതെ കഴിയുമ്പോ അപ്പൊ എല്ലാവരും ചോദിക്കും സെലിബ്രിറ്റീസ് അല്ലേ തിരിച്ചു പറഞ്ഞ. അങ്ങനൊന്നുമില്ല, എല്ലാരും മനുഷ്യരാ. എന്നെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റീസും ഇല്ല. എനിക്ക് ഫ്രീ ഇല്ലെങ്കിൽ ഞാൻ നോക്കൂല. ഫ്രീ ആയിട്ടിരിക്കുമ്പോ നോക്കുമ്പോ ഒരെണ്ണം കണ്ടു ചൊറഞ്ഞോ തിരിച്ച് ഞാനങ്ങ് മാന്തു. ഞാൻ പറഞ്ഞു, ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു ഇങ്ങനെ എന്താ ഇപ്പൊ ഈ പറഞ്ഞില്ലേ സെയിം ഡയലോഗ്, ജിഷിനും അമ്മയോ അധികാലം പോത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുക. നിങ്ങൾ പറഞ്ഞതുപോലെ ആവാനായിട്ട് നിങ്ങളുടെ തന്തല്ല എന്റെ തന്നെന്ന് തോന്നുന്നു.
ഞാൻ കൊടുക്കുന്നതല്ല എനിക്ക് തിരിച്ചിട്ടു. അതെ, ആ. മറ്റ് മുമ്പുണ്ടായ കാര്യങ്ങൾ വെച്ച് എന്നെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, Yes, of course. അതവിടെ കഴിഞ്ഞു. എല്ലാവർക്കും ഉള്ള വലിയൊരു സംശയമാണ് ജിഷിന്റെ മകനെ ജിഷിന് കാണാൻ പറ്റാത്തതും അല്ലെ കാണിച്ചു കൊടുക്കാത്തത് അമ്മ ഒറ്റ ഒരുത്തിയാണ്. സത്യമുണ്ടോ? അല്ല, ഞാൻ എന്തിനാ എന്റെ കുട്ടീനെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഓഫ്കോഴ്സ് അതേ റൈറ്റ് ബാക്കിയുള്ളവർക്ക് ഇല്ലേ. ഞങ്ങളുടെ ഇടയിൽ കുട്ടികളെന്നൊരു ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത് ജിഷിൻ ചേട്ടന് കുട്ടീനെ കാണാൻ പറ്റാത്തോണ്ട് എന്റെ കുട്ടീനെ ജിഷിൻ ചേട്ടന്റെ പ്രസൻസിൽ ഞാൻ കാണാതിരിക്കും. ഞാനത് ഒരു പ്രാവശ്യം ഞങ്ങളൊരു ഫേസിലുള്ള ഒരു ജിഷാന്റെ പൊട്ടാക്സ് എടുത്തായിരുന്നല്ലോ. അത് ജിഷാന്റെ തന്നെ നാട്ടുകാരിയായിട്ടുള്ള ഒരു കണ്ണൂരുള്ള ഒരു ലേഡി ഡോക്ടറായിരുന്നു. അവരുടെ അടുത്ത് പോയപ്പം എന്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ ഫേസ് കണ്ടൊരു കുശുമ്പത്തി ഫേസ് ആണെന്നൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് സംസാരിച്ചു. അപ്പൊ എന്തൊക്കെയോ സംസാരിച്ചപ്പോ ഇങ്ങനെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. ഒരു കുട്ടീന്റെ കേസ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കും കുട്ടികളുണ്ട്, ഞാൻ കാണാറില്ല, മാക്സിമം ജിഷാന്റെ പ്രസൻസിൽ ഞാൻ കാണാറില്ല. അപ്പൊ എന്താ ഒരു ഞാൻ പറഞ്ഞു അല്ല, ഞാൻ എൻ്റെ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി കണ്ടിട്ട് ആളുടെ കുട്ടീനെ മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും ആൾക്ക് അത് ആലോചിച്ചിട്ട് ഒരു ചെറിയ വിഷമം വന്ന് ഒന്ന് മാറിയിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും ഞാൻ ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് പുള്ളിന്റെ കുട്ടീനെ കണ്ട എനിക്ക് എന്ത് പ്രശ്നമാണ്? അത് വെറും തെറ്റിദ്ധാരണ, ആളുകളുടെ പറച്ചില്. തെറ്റിദ്ധാരണ അല്ല, ആളുകൾക്ക് എന്താ ഉണ്ടാക്കിക്കൂടാത്തത്? ഞാൻ മാംഗല്യത്തിൽ നിന്ന് പുള്ളിന്റെ എക്സായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പോകുന്നതാണെന്നല്ലേ ആൾക്കാർ പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാ? അതായത് മറ്റു ഭാര്യമാരെ ജിഷ്ണുവായിട്ട് തല്ലിപ്പിച്ചത് അമ്മയാണ്, നിങ്ങൾ തല്ലി പിരിഞ്ഞതാണ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ വരത്തില്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ മനസ്സിനെ തട്ടിയ ഒരു വാക്ക് എന്തായിരിക്കും? അത് അങ്ങനെ മനസ്സിനെ തട്ടിയിട്ടൊന്നുമില്ല, അങ്ങനൊന്നും തട്ടത്തില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് ആടില്ല എന്നാണ്. കാരണം ആത്യന്തികമായി ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയാം, എന്താണ് സത്യം എന്നുള്ളത്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ലോകത്ത് പേടിച്ചിട്ട് ജീവിക്കുന്ന 24-ാമത്തെ വയസ്സിൽ എന്റെ സെപ്പറേഷൻ ടൈമിൽ ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ ഒരാളെ മാത്രമേ അനുസരിക്കുള്ളൂ, ഒരാളെ മാത്രമേ തൃപ്തിപ്പെടുത്തുള്ളൂ, ഒരാളെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. ആ ആള് ഞാൻ തന്നെ. അതിന് ഞാൻ എടുത്തൊരു തീരുമാനം ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ. വലിയൊരു വാക്ക് കേട്ടോ. കാരണം എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ എന്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്നെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എൻ്റെ അമ്മമാർക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക് ഒക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സെപ്പറേഷൻ്റെ ടൈമിൽ ഇത് മാറി മറിഞ്ഞു. എല്ലാവർക്കും ഞാൻ അഹങ്കാരിയായി, ധിക്കാരിയായി, തന്നിഷ്ടക്കാരിയായി. അപ്പൊ എനിക്ക് മനസ്സിലായത് അത്രയും കാലം ഞാൻ ജീവിച്ചത് ആർക്കൊക്കെയോ വേണ്ടിയാണ്. എന്റെ കല്യാണത്തിന് ഞാൻ വെച്ചൊരു പൊട്ട് പോലും എന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതല്ല, എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ്. അവരെനിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സ്, അവരെനിക്ക് വാങ്ങിച്ചു തന്ന ഓർണമെന്റ്സ്, എല്ലാത്തിനും ഞാൻ അവർക്ക് പ്രിഫറൻസ് കൊടുത്തു. എൻ്റെ ലൈഫിൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു കാര്യം വന്നപ്പോഴും ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല, കാരണം മനുഷ്യരല്ലേ, അവർക്ക് പറ്റിയില്ല. എൻ്റെതായ സ്റ്റാൻഡ് ഞാൻ എടുത്തപ്പോ അതില് ഇങ്ങനെ നമ്മള് നമ്മുടെ തന്നിഷ്ടത്തിന് നടക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ സന്തോഷങ്ങൾ ഫസ്റ്റ് എനിക്ക്. കാരണം നാളെ ഞാൻ ഒരു ബെഡ് സ്റ്റേജ് ആകുമ്പോൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഈശ്വര എന്ന് എനിക്ക് തോന്നാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ സ്വയം എനിക്ക് വേണ്ടി അന്നുപോലെ ഞാൻ തീരുമാനിച്ചു, എനിക്കിഷ്ടമുള്ള പട്ട് മാത്രമേ ഞാൻ വെക്കുള്ളൂ, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും എന്ന് എഴുതിയിട്ട് തോന്നിയാസിന് ജീവിക്കണം നല്ല കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളൊരു പ്രിഫറൻസ് സെക്കൻഡ് എനിക്ക് കുട്ടികളും. ഇന്നും പല കുട്ടികളും അമ്മയാ അച്ഛനെ അമ്മയെ സ്നേഹിക്കേണ്ടെന്നല്ല, പക്ഷെ സ്നേഹിക്കുന്നു. പ്രവാസ ജീവിതത്തിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നു. ഇതെല്ലാം ചെയ്തിട്ടും വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാതാപിതാക്കള്, ഇത്രയും കാലം നീ എന്ത് ചെയ്തു? അമ്മയുടെ ഈ വാക്കുകൾ വലിയ വാക്കുകളാണ് കേട്ടോ. അതായത് ഏതൊരു മനുഷ്യരും നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. അവര് പോകുമ്പം പിന്നെ ജീവിച്ചിട്ട് എന്താണ് അർത്ഥം? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജന്മം തന്ന നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക്, എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്ന കേട്ടോ, നമ്മുടെ ലൈഫിന്റെ പകുതിയും നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഗോഡ് ഗിഫ്റ്റ് ആണ് അച്ഛനമ്മ. നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അല്ല.
അത് അവർ നമ്മളെ ചൂസ് ചെയ്യുന്നത്. നമ്മളെ വേണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കരിയർ, ഒരു മനുഷ്യന്റെ ലൈഫ് എടുത്ത ആദ്യത്തെ ഒരു പകുതി വരെ നമ്മൾ അച്ഛനമ്മയുടെ കൂടെ അല്ല, ഒരു 18 വയസ്സ് വരെ, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും. അപ്പൊ അച്ഛനും അമ്മയും അത്രത്തോളം നമ്മളെ മനസ്സിലാക്കും, സ്നേഹിക്കും, ഭയങ്കര ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബോണ്ടൊക്കെ ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ലൈഫ് പകുതി സക്സസ് ആയി. കാരണം നമ്മളൊന്നും ഇമോഷണൽ ആയ അവർക്ക് അത് കറക്റ്റായിട്ട് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. നമ്മളെ ഒന്നും മീൻസ് അപ്ലിഫ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയും. ഇതൊന്നും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോയി. നമ്മൾ എന്തിനു ഡൗൺ ആവുന്നെന്ന് പോലും അവർക്ക് അറിയില്ല, ഇല്ലേ? അപ്പൊ ആ ഒരു ഗോഡ് ഗിഫ്റ്റ് ആണ് അച്ഛൻ അമ്മ എന്നുള്ളത്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പകുതി സക്സസ് ആയി. പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മുടെ കരിയർ, അല്ലെ? നമ്മുടെ വൈഫ്, നമ്മുടെ ലൈഫ്, അല്ലെ? അപ്പൊ അത് വേറെ പോർഷനായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു പോർഷൻ ഇതാണ് ഗോഡ് ഗിഫ്റ്റ്. എല്ലാവർക്കും അത് ഭംഗിയിൽ കിട്ടത്തില്ല, ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ്. പക്ഷെ ഇപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ്ലി നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ശരിയാക്കി എടുക്കുക. മേ ബി നമ്മൾ ഒരാളെ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല, പോരായ്മകൾ കാണും. ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ ശരിയാക്കി എടുക്കുക, കൂടെ നിർത്തുക. അല്ല എന്നുള്ളതാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ മാറുക. അല്ലാണ്ട് അവിടെ പിന്നെ ആർഗ്യുമെന്റ്, പ്രശ്നം, അവരങ്ങനെ ഇവരിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ഒന്നും കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമില്ലല്ലോ. സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് മനുഷ്യന് വേണ്ടത് സമാധാനമാണ്. പിന്നെ നമുക്ക് കുട്ടിയുണ്ടെങ്കിൽ നമ്മളെ കുട്ടീനെ നമ്മൾ മാക്സിമം സ്നേഹം കൊടുക്കുക, നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളും അബദ്ധങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഡെഫിനറ്റ്ലി അവരും തെറ്റ് ചെയ്യും. ഈ മുൻ വിവാഹത്തില് കുട്ടികളുണ്ടോ അമ്മയ്ക്ക്? 2 പേരുണ്ട്. 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ നോക്കുന്ന അമ്മയെ തന്നെ? അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് എനിക്ക് ഏജ് വൈസ് ഞാൻ ഭയങ്കര ചെറുതായിരുന്നു. എന്റെ കുട്ടികളും ഭയങ്കര ചെറുതായിരുന്നു. രണ്ടാമത്തെ കുട്ടിക്ക് ഒരു 2 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ ഞാൻ ജസ്റ്റ് 10th മാത്രമാണ്, 10th പാസ് മാത്രം, +2 എഴുതിയിട്ടില്ല. ഒരു പൊട്ടി എന്ന് പറയാവോ? പൊട്ടിയെന്നല്ല, ആ ഒരു ടൈമിൽ ഭയങ്കര ചൈൽഡിഷ് ആയിരുന്നു ഞാൻ. ചിരിച്ച് കളിച്ച് എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലൊക്കെ എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പോലും അറിയാതെ കളിച്ച് ബഹളം വെച്ചൊക്കെ നടക്കും. പക്ഷേ പെട്ടെന്നാണ് ലൈഫ് ഇങ്ങനെ ട്വിസ്റ്റ് ആകുന്നത്. രണ്ടാമത്തെ കുട്ടീനെ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആകുന്ന ടൈമിൽ എനിക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. പാരന്റ്സും ഓൾമോസ്റ്റ് കൈയൊഴിഞ്ഞൊരു അവസ്ഥയായി. കാരണം അവർ പറഞ്ഞത് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ്. നമുക്ക് പറ്റാത്തൊരു കാര്യം നമുക്ക് പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അവരടുത്ത് പറഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായി അവരുടെ ഭാഗത്തൊന്നും ചിന്തിക്കുമ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ എന്താവും, പിന്നെ ഈ പറഞ്ഞ പോലെ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ ആവും. എന്തിനാ അങ്ങനെ? സോ സെപ്പറേറ്റ് ആകുക എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു, ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. ഞാൻ ആളടുത്ത് പറഞ്ഞു, അഡ്വക്കേറ്റിനെ കണ്ടതും എല്ലാം ഞാൻ ചെയ്തതായിരുന്നു. ഈ പരസ്പരം വേറെ പിരിഞ്ഞതിലേ മ്യൂച്വലി ആണ് പിരിഞ്ഞത്. ഇല്ല, അന്ന് എനിക്ക് എന്നെ ഭയങ്കര ചീറ്റ് ചെയ്തായിട്ടൊക്കെ തോന്നിയിരുന്നു. ഒരു ചീറ്റിംഗ് പോലെ ആണ് എനിക്കത് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഗ്രാജുവലി നമ്മുടെ ചിന്തകൾ മാറുമല്ലോ മെച്ചൂർഡ് ആകുന്നതനുസരിച്ച്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് സന്തോഷം കിട്ടുന്ന അതാണെങ്കിൽ അതാണ് അതിന്റെ റൈറ്റ്. കഷ്ടപ്പെട്ട് നമ്മൾ ഒരാളുടെ കൂടെ നിന്നിട്ട് എന്തിനാ, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആയിരുന്നു. ആള് കുറച്ചുകൂടി ഭയങ്കര മീൻസ് മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. എന്നെക്കാളും നല്ല പ്രായം ഉണ്ടായിരുന്നു, 10-12 വയസ്സ് മൂത്ത ആളായിരുന്നു. അപ്പൊ ആ ഒരു മെച്ചൂരിറ്റി ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ തമാശ പറഞ്ഞിരിക്കുമ്പോൾ പുള്ളി സീരിയസ് ആയിട്ട് സംസാരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഞങ്ങളുടെ ഇടയിൽ സ്റ്റാർട്ടിങ് മുതലുണ്ട്. ഈ വിവാഹം കഴിപ്പിച്ചതും വീട്ടുകാരുടെ നിർബന്ധത്തിനാണോ അമ്മയുടെ നിർബന്ധത്തിനാണോ? കാരണം ഇപ്പൊ തന്നെ പറഞ്ഞു വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ്. അതൊരു ശരിയായ രീതിയാണോ അമ്മയാ? കാരണം ഇന്ന് പല കുട്ടികളും വീട്ടുകാരുടെ നിർബന്ധത്തിന് വിവാഹം കഴിക്കുന്നു. ഇപ്പം തന്നെ അവർക്ക് ആ വ്യക്തിയോട് നിൽക്കാൻ താല്പര്യമില്ലെങ്കിലും വീട്ടുകാർ പറയും കുടുംബ പാരമ്പര്യം, കുടുംബമാഹിമ, ഇരിട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആരെങ്കിലും നിൽക്കത്തില്ല. അപ്പോഴും കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്ത് കൂടുതൽ. ഇന്ന് അങ്ങനെ അനുഭവിക്കുന്നവരോട് അമ്മയ്ക്ക് എന്താ പറയുക ജീവിത അനുഭവം കൊണ്ട്? അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു ഇപ്പൊ ഈ കാലഘട്ടം. പിന്നെ 2005 ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു എന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒത്തിരി മാറി. 25 ആയില്ലേ, കുറെ കൂടെ ജനറേഷൻ മാറി, ആൾക്കാരുടെ ചിന്താഗതികൾ മാറി, പെൺകുട്ടികളുടെ ചിന്താഗതി മാറി, പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ചിന്താഗതി മാറിയിട്ടില്ല, കുറച്ചുകൂടി മാറാനുണ്ടെന്നാണ്. മാറേണ്ടത് മറ്റൊന്നുമല്ല. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 10th സർട്ടിഫിക്കറ്റും വെച്ചിട്ട് 2 കുട്ടികളുമായിട്ട് ജീവിക്കേണ്ട സാഹചര്യത്തിൽ എനിക്ക് ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര മോശാവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ ഭയങ്കര ട്രോമാസിൽ ഞാനും പോരുന്നതാണ്.
പക്ഷേ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആകും. സോ എനിക്ക് എൻ്റെ പാരൻസ് വാങ്ങി തന്ന അത് കംപ്ലീറ്റ് ആയിട്ടല്ല എങ്കിൽ പോലും പകുതി അവർ പൈസ മീൻസ് ഡവറി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. കയറി കിടക്കാൻ എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയായിരുന്നു. അന്ന് മുതൽ ജോബ് വർക്ക് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് എൻ്റെ ചിന്തയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ന് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ ഒരിക്കലും സ്വർണവും പണവും കൊടുക്കരുത്. ഇത് മൂന്നിൻ്റെ ഒന്ന് തീരുന്ന ഒരു സാധനമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ അവരുടെ പേർക്ക് കുറച്ച് സ്ഥലം മേടിച്ചിടുക, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കുക. നാളെ തിരിച്ചു വരണം എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾക്ക് ദുരഭിമാനം കാരണം കയറ്റാൻ പറ്റില്ല അല്ലേ. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ട, അറിയുമ്പോൾ പോയിക്കോളാനും പറയും. അപ്പൊ അവർക്ക് സമാധാനമായിട്ട് പോയി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട് അതുണ്ടാക്കി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 സെന്റിൽ ഒരു കുഞ്ഞു വീട് അത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായത് കൊണ്ട് എനിക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. എന്നെ ആരും ഇറക്കി വിടുന്നൊരു സിറ്റുവേഷൻ ഇല്ല, എനിക്ക് താമസിക്കാനൊരു വീടുണ്ട്. ദെൻ ഞാൻ വർക്ക് ചെയ്തു. ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ് എൻ്റെ ഈ അഡ്വക്കേറ്റ് MG റോഡിലായിരുന്നു അവരുടെ ഇത്. അവിടെ പോയി ഞാൻ സൈൻ ചെയ്തിട്ട് പുറത്തിറങ്ങി കറിയൊക്കെ ചെയ്തു. നന്നായിട്ട് മറ്റേ എന്താ നമ്മുടെ ഇതുണ്ടല്ലോ മറൈൻ ഡ്രൈവിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞു ഫ്രണ്ട്സിനെ കെട്ടി വിളിച്ചിട്ട്. ദെൻ അത് അന്ന് കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി കരഞ്ഞത്. ഞാൻ കരയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു. വേറൊരാൾ കരയല്ല എല്ലാവരും നോക്കുന്നുണ്ട്. മറ്റാൾ പറഞ്ഞു നീ കരഞ്ഞ് നിനക്ക് എന്തോരം കരയണം, നീ കരയും. അപ്പം ഞാൻ ശരിക്കും ഞാൻ അലറി കരഞ്ഞു തീർത്തു. എനിക്ക് അടുത്ത ദിവസം അതിന് വേണ്ടി കരയരുതെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ചായയൊക്കെ കുടിച്ച് ഈവനിങ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഒരു 4-5 സ്ഥലത്ത് ഞാനിങ്ങനെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. 10th മാത്രം വെച്ചിട്ട് നമുക്കറിയില്ല. സോ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഭീമ ജ്വല്ലറിയിലാണ്. ഭീമ ജ്വല്ലറിന്റെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ലുലുവിൽ എനിക്ക് കിട്ടി. അവിടെ നിന്ന് ഒരു 1.5 വർഷം 2 വർഷം കഴിഞ്ഞ് ലുലുവിലേക്ക് മാറി. ലുലുവിൻ്റെ മുകളിൽ നമ്മളുടെ ഫുഡ് കോർട്ട് സെക്ഷനിലായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ലുലു സൈബറിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് സീരിയലിലേക്ക് വന്നു. ഇതെന്തോ യാത്രയായിരുന്നു മോനെ. പക്ഷേ 3-4 ഇയറിനുള്ളിൽ ഞാൻ സീരിയലിൽ വന്നു. മീൻസ് ഞാൻ ഒരു മാസം വാങ്ങിച്ചിരുന്ന എൻ്റെ ഫസ്റ്റ് കരിയറിൽ ഒരു മാസം വാങ്ങിച്ചിരുന്നത് 7,000 rupees ആയിരുന്നു. ഒരു മാസം, ഒരു ദിവസം പോലും അവധി ഇല്ലാതെ, 2 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാതെ. പക്ഷെ അത് ഒരു എന്താ പറയാ, അതൊരു 3-4 ഇയറിനുള്ളിൽ അതിലൊരു ഭയങ്കരമായിട്ട് എൻ്റെ ഗ്രാഫ് ഇങ്ങനെ തന്നെയാണ് കയറിയത്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത്. അപ്പൊ ഞാൻ ആ സമയത്ത് ലുലു സൈബറിലാണല്ലോ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ഫുൾ ടെക്കീസ് ആണ്. അവിടെ നിന്നും കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഫ്രണ്ട്സ് വലയങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് ശേഷം അപ്പൊ അവരാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. എനിക്ക് ആക്ച്വലി ചെറുപ്പത്തിലെ ഇങ്ങനെ അവസരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡാൻസർ ആയിരുന്നു, ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അപ്പൊ കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് മീൻസ് അഭിനയിക്കാൻ അവസരങ്ങൾ വന്നിട്ടുണ്ട് ദൂരദർശനൊക്കെ. പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടിട്ടില്ല. അപ്പോൾ വലുതായിട്ട് ഇങ്ങനെ അവസരം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ, എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല? ചിലപ്പോൾ ഒരു പക്ഷെ നിന്റെ നിയോഗം ഇതായിരിക്കും, നീ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ കുറച്ച് പേര് മോട്ടിവേറ്റ് ചെയ്ത് എനിക്കാണെങ്കിൽ അതിനുള്ളൊരു ധൈര്യമൊന്നും ഇല്ല, അഭിനയിക്കാനോ എന്നുള്ളൊരു ധൈര്യമുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യം എനിക്ക് തോന്നുന്നു ഒരു സീരിയലിൽ ഒരു 3 days ക്യാരക്ടർ വന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കോൺഫിഡൻ്റ് ആയി. പിന്നെ 1-2 വെബ് സീരീസ് ചെയ്തു. അതിൽ നമ്മുടെ ഡയറക്ടർ കൃഷാന്തിന്റെ ഫസ്റ്റ് ഇതായിരുന്നു, മീൻസ് ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിൽ ഞാനൊരു ഗോഡസ് ആയിട്ടായിരുന്നു. ഇപ്പൊ കൃഷാന്ത് ഭയങ്കര വലിയ നമ്മൾ ഇന്നും ഉണ്ട് കേട്ടോ, ഒരു ബന്ധമുണ്ട്. അന്നും ഇന്നും ഒറ്റ ദിവസത്തെ ഷൂട്ടാണ്, പക്ഷെ അന്നും ഇന്നും ഒരു ചാറ്റിൽ ഒരു കോൺവെർസേഷനിലുള്ള ഒരാളാണ്. സോ അപ്പം അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തപ്പോൾ തന്നെ കുറച്ചുകൂടി നമുക്കിത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നില്ലേ. ദെൻ പിന്നെ എനിക്ക് 3 മണിന്ന് ആ ഒരു നെഗറ്റീവ് ലീഡ് റോളിൽ വന്നത്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ അഭിനയ രംഗത്ത് അല്ലെങ്കിൽ സീരിയലിലെ കഥാപാത്രങ്ങൾ നെഗറ്റീവ് ചെയ്യുമ്പോഴും റിയൽ ലൈഫിൽ നെഗറ്റീവ് ആണോ? റിയൽ ലൈഫിൽ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ലല്ലോ പറയുന്നത്. അതെ,